ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വീണാസ് ഫാമിലി. ഞാൻ വീണയാണ് കേട്ടോ. അപ്പം നമ്മൾ വീണാസ് ഫാമിലി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. ഞാനും വീട്ടിലേക്ക് ഓരോ വട്ടം പോകുമ്പോഴും ഇതുപോലെ വീഡിയോ എടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാവും കേട്ടോ. ഞാൻ പിന്നെ അത് മിസ് ചെയ്യാറുമില്ല, അതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാറുമുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഏകദേശം നല്ല ജലദോഷം പിടിച്ചേക്കാണ് കേട്ടോ. എൻ്റെ വോയിസെല്ലാം കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പം നമ്മൾ പറമ്പിൽ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കൃഷികളും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമുക്ക് വീട്ടാവശ്യത്തിന് പറ്റിയ കുറച്ച് കാര്യങ്ങൾ നട്ടിട്ടുള്ളൂ. കുറച്ച് തക്കാളിയും, നാടൻ തക്കാളിയുടെ നല്ല പുളിയുള്ള തക്കാളിയാണ് കേട്ടോ. എൻ്റെ പൊന്നു, എനിക്ക് രാവിലെ ഞാൻ ചമ്മന്തി അരച്ചായിരുന്നു. ഭയങ്കര പുളിയാണ് കേട്ടോ ചമ്മന്തിന്, തക്കാളിക്ക്. നാടൻ തക്കാളിയല്ലേ, അപ്പം അതിന് പുളി കൂടുതലായിരിക്കും. അപ്പം കുറച്ച് തക്കാളിയും പിന്നെ നീളമുള്ള പയറില്ലേ, ആ പയറും ഒരു 10 ചോട് നട്ടിട്ടുണ്ട്. അതിൽ പായ് വരുന്നുള്ളൂ, കണ്ടില്ലേ, ഇത് കായ് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വഴുതന നട്ടിട്ടുണ്ട് കേട്ടോ. വഴുതന ഒരു 10-15 ചോടങ്ങാനുണ്ട്. സാധാരണഗതിയിൽ ഒരു 3-4 ചോട് നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ പോയാലും 2 ബാക്കി വന്നാലും സ്വന്തം വീട്ടിലൊക്കെ ആവശ്യത്തിനുള്ള വഴുതന കിട്ടും. പക്ഷേ ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ. 2-3 ചോടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് കൊടുക്കാനും ഉണ്ടാവും കേട്ടോ. നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനുണ്ടാവും. പക്ഷേ ഇത് കൂടുതലുള്ള കൊണ്ട് ഇനിയിപ്പം കൂടുതലും നമുക്ക് ഉപകാരമുള്ള കാര്യമില്ല. കാരണം ഞാനും ചേച്ചിയൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ അതിൽ പച്ചമുളക് ഉണ്ടല്ലേ, ലേശം പച്ചമുളക് നട്ടിട്ടുണ്ട് സൈഡിൽ. പക്ഷേ പച്ചമുളക് ചെറിയ ചെടിയാണ്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകും തക്കാളി, വഴുതന, പിന്നെ എന്താണ് പയർ, ഇതൊക്കെയാണ് ഇപ്പോൾ നട്ടിട്ടുള്ളത് കേട്ടോ. നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ, നല്ല പുളിയും ഉണ്ട്. ഇതിന് പഴുത്ത് വരണം കേട്ടോ. സൈഡിൽ കാണുന്നതാണ് പുഴ കേട്ടോ. അപ്പോൾ ആ പുഴയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് പച്ചക്കറി നട്ട് നനയ്ക്കാനൊക്കെ വെള്ളം എടുത്ത് നനയ്ക്കാറുമുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും ആരും വെള്ളം കോരി നനയ്ക്കാറില്ല അല്ല. പുഴയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും വെള്ളം കോരി നനയ്ക്കാറില്ല. നമുക്ക് മോട്ടിട്ടോ ഓസിട്ടോ അങ്ങനെയൊക്കെ നനയ്ക്കാറുള്ളൂ. കാരണം ഞങ്ങൾ അങ്ങനെ മാറിപ്പോയി. ഞാനും ഏട്ടനും ചേച്ചിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ വീടിന് താഴെ ഭാഗത്തൊക്കെ വാഴ നടുമായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന പാടും ചായ കുടിക്കുക അല്ലെങ്കിൽ കഴിയുകയോ ചെയ്തിട്ട് ഞങ്ങൾ ഓടിപ്പോകട്ടോ വാഴ നനയ്ക്കാൻ വേണ്ടിയിട്ട്. പുഴയിൽ നിന്ന് വെള്ളം കോരി വാഴയെല്ലാം നനച്ച്, അപ്പോഴൊക്കെ ചില സമയം ഞാനും ഏട്ടനും നനച്ച് വരുമ്പോൾ അടി കൂടിയിട്ടൊക്കെ ആയിരിക്കും വരിക കേട്ടോ. അടി കൂടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ആ സമയത്ത് ഭയങ്കര മടിയുള്ള സമയമല്ലേ ഓരോ പണിയെടുക്കാൻ. അപ്പം ഞങ്ങൾ എന്താക്കും, ചില സമയം ഒപ്പിച്ച് വെക്കും, ലേശം വെള്ളം നീട്ടി ഒഴിക്കും. അപ്പോൾ സ്ഥലത്ത് എല്ലാ ഭാഗത്തും നനഞ്ഞ പോലെ തോന്നും. അങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ചിട്ടൊക്കെ ഞങ്ങൾ നനയ്ക്കും കേട്ടോ. അതിൻ്റെ പേരിൽ വഴക്ക് കൂടിയിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു എന്താ വെച്ചാൽ അച്ഛൻ കണ്ടില്ലേ, കുറച്ച് ഏട്ടൻ കട എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ കടയിൽ കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛൻ എന്തെങ്കിലും അതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു റാക്ക് അച്ഛൻ അടിച്ചായിരുന്നു കേട്ടോ. ചെറിയ കഷ്ണങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ചെറിയൊരു റാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് വേസ്റ്റ് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ ചെയ്യുന്നത് ഓരോന്നും. ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു റാക്കാണ്. അത് ഞാൻ മിക്കവാറും കൊണ്ടുപോകും കേട്ടോ. അതിനിടയ്ക്ക് നമ്മളെ കുട്ടീസൊക്കെ ഭയങ്കര കളിയിലാണ് കേട്ടോ. അച്ഛൻ പണിയെടുക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ കൂടി ഓരോ ഒപ്പിക്കൽസ് ആയിരിക്കും കേട്ടോ. നമ്മൾ ആ ഭാഗത്ത് പോകാറില്ല. ആ സമയം ഞങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ വഴക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാറില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഫൈനലി ഇതൊരു മേശയാക്കി അച്ഛൻ എടുത്തട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ, മറ്റൊരു വീണ്ടും കാണാം കേട്ടോ.